ഇയാള് മോഹൻലാൽ ഫാനാണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ തുടരും കണ്ടതിന് ശേഷം താങ്കളുടെ അഭിപ്രായം എന്താണ്? സൂപ്പർ. ഇയാള് മോഹൻലാലിനെ എങ്ങനെ ആ സിനിമയിൽ കൂടെ ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കും? 10 ൽ 100 കൊടുക്കും. അത്ര വേണം. അത്രയ്ക്കും അഭിപ്രായം തുടരും. സൂപ്പർ, അടിപൊളി. അതിലെ മോഹൻലാലിന്റെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയാനില്ല, പഴയ മോഹൻലാലിനെ കണ്ട്. ശോഭന എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ എനിക്ക് ശോഭനയുടെ അഭിനയം കൊണ്ട് സൂചിച്ചില്ല. പുള്ളിക്കാരിക്ക് വലിയ സ്പേസ് കുറവായിരുന്നു, അതുപോലെ ഫീൽ ചെയ്തു. പിന്നെ പുള്ളിക്കാരി മറ്റേ പണ്ടത്തെ ആ ഒരു ശോഭനയുടെ ആ ഒരു ആക്ടിങ് സ്കില്ല്, അല്ലെങ്കിൽ ആ ഒരു സാധനം, ആ ഒരു എന്താ പറയുക, മോഹൻലാലിനോട് കിടപിടിക്കുന്ന അഭിനയം എന്നൊന്നും പറയാനൊന്നുമില്ലായിരുന്നു. പക്ഷേ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഞാൻ മോഹൻലാൽ ഫാനൊന്നുമല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരുടെയും ഫാനല്ല. പക്ഷേ കുറേ കാലത്തിന് ശേഷം മോഹൻലാൽ എന്ന വ്യക്തിയുടെ നല്ലൊരു മൂവിയുണ്ട്. കാരണം എന്താ പറയുക, പുള്ളിക്കാരൻ്റെ ഒരു ഫൈറ്റ് സീനൊക്കെ കിടിലല്ലായിരുന്നു. ആ ജമ്പിങ് സീൻ, മീൻസ് ചാടുന്ന സീനൊക്കെ കിടിലമായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മോഹൻലാലിൻ്റെ ഇപ്പം മറ്റേ ഏതായിരുന്നു, ആറാട്ട്, പിന്നെ മോൺസ്റ്റർ, പിന്നെ ഏതായിരുന്നു, പിന്നെ ഇനിയിപ്പോൾ അല്ലാണ്ട് വേറെ ഏതൊന്നും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്, മലൈക്കോട്ട വാലിബൻ. അത് എനിക്കിഷ്ടപ്പെട്ടില്ല പേഴ്സണലി. കാരണം ഞാനത് ഒന്നത് മേ ബി അത് അത് തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ റിവ്യൂസ് കണ്ടിട്ട് പോകുന്ന വ്യക്തിയല്ല, എങ്കിലും ഞാൻ വെറുതെ ഒന്ന് റിവ്യൂസ് എടുത്ത് നോക്കിയപ്പം ഭയങ്കര നെഗ് റിവ്യൂ ആയിരുന്നു. അപ്പം ഞാൻ പറയാം ഓക്കെ. പക്ഷേ ആ റിവ്യൂ കണ്ടപ്പം എനിക്ക് എന്തോ ഒരു മടുപ്പ് തോന്നിയിട്ട് ഞാനത് OTT റിലീസായപ്പം നമ്മുടെ സ്വന്തം ടെലഗ്രാമിൽ കൂടെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കണ്ടത്. പക്ഷേ എനിക്ക് വലുതായിട്ട് സൂചിച്ചിട്ടില്ലായിരുന്നു. ബ്രോഡാഡിയും അതൊരു കോമഡി, ബ്രോഡാഡി ഒരു കോമഡി ഒരു ഇതായിരുന്നു, അല്ലാണ്ട് വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ വലിയ ഹൈപ്പ് കൊടുക്കാനുള്ള സിനിമയൊന്നും അല്ലായിരുന്നു. അപ്പോടാ കഥ കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞേ. പക്ഷെ എന്തോ ഒരു എനിക്ക് ബ്രോഡാഡി വലുതായിട്ട് സൂചിച്ചില്ല. അത് കാഴ്ചക്കാർ പലവിധമാണ്. ഇയാൾക്ക് ബ്രോഡാഡി സൂചിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് സൂചിച്ചിട്ടില്ല, സത്യസന്ധം പറഞ്ഞാൽ എനിക്ക് സൂചിച്ചിട്ടില്ല. പിന്നെ കണ്ടിരിക്കാം, 1 ടൈം വാച്ചബിൾ അത്രേ ഉള്ളൂ. പക്ഷെ തുടരും കൊള്ളാം. കാരണം ഞാൻ മോഹൻലാലിൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കുറേ മൂവീസിൻ്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ ഒരു താല്പര്യം തോന്നിയത് നേരായിരുന്നു. അത് ഭയങ്കര അഭിനയം എന്നല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം ഭയങ്കരമായിട്ടൊരു നമ്മളിപ്പം എന്താ പറയുക, ഭയങ്കര ആത്മാർത്ഥതയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് തുടരുവാണ്. അതിൻ്റെ കഥയും മോഹൻലാൽ എന്ന വ്യക്തിയുടെ ആക്ടിങ് സ്കിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ ഏജ് ഒരു ഫാക്ടറല്ല എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയായിരുന്നു തുടരും. ഭയങ്കര വലിയ കഥയോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ഒരു ദൃശ്യം പോലെ ഒരു കഥയും കഥാപാത്രങ്ങളും എല്ലാം ആണെങ്കിൽ പോലും പക്ഷേ ഭയങ്കര ഒരു സിനിമയായിരുന്നല്ലോ. മോഹൻലാലിൻ്റെ ഫാൻ എന്ന ലെവൽ ഇഷ്ടപ്പെട്ടായിരുന്നു ഭയങ്കരമായിട്ടും. ഇനി ഒന്നുകൂടെ കാണണമെന്നുണ്ടോ? 2 വട്ടം കാണും. തിയേറ്ററിൽ പോയി കാണോ, OTT കാണും? ടിക്കറ്റ് കിട്ടാനേ ഇല്ലായിരുന്നു. ടിക്കറ്റ് ഭയങ്കര ഇതായിരുന്നു ടിക്കറ്റിന്. പക്ഷേ കണ്ടു. പക്ഷെ നല്ല സിനിമയാണ്, കാണാത്തവർ പോയി കാണുക, നല്ലൊരു സിനിമയാണ്.